നമസ്കാരം. ബംഗാളിൽ ഇന്ന് രണ്ടാംഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. വ്യാപകമായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സേനയാണ് ബംഗാളിലെ അക്രമങ്ങൾ അടിച്ചമർത്തിയത്. ബംഗാളിൽ അധികാരം ലക്ഷ്യമിട്ടുള്ള പോരാട്ടമാണ് ഇക്കുറി BJP നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. 2016 അത് വെറും 3 സീറ്റുകൾ മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വലിയ കുതിച്ചുകയറ്റമാണ് സീറ്റുകളുടെ കാര്യത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി അധികാരം ലക്ഷ്യമാക്കി സംസ്ഥാനം ഭരിക്കുന്ന മമതയ്ക്കും തൃണമൂലിനുമെതിരെ BJP അതിശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടത്. BJPയുടെ ഹിന്ദു ദേശീയതയും മമതയുടെ ബംഗാൾ ദേശീയതയുമാണ് ഇക്കുറി ബംഗാളിൽ ഏറ്റുമുട്ടിയത്. ബംഗാളിൽ നടന്നത് ദീദി വിസ്മോദി പോരാട്ടമായാണ് ബംഗാളിലെ ജനങ്ങൾ വിലയിരുത്തിയത്. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമാണ് പ്രചാരണത്തിന്റെ ഗതി നിയന്ത്രിച്ചത്. ബംഗാൾ ഇക്കുറി എങ്ങോട്ട് തിരിയും എന്ന ചോദ്യം ശക്തമാണ്. 2006 തെരഞ്ഞെടുപ്പിൽ CPM-നെ തകർത്ത് മമതയ്ക്ക് അധികാരം പിടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ജ്യോതി ബസുവിന് പകരക്കാരനായി വന്ന മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിൽ ഇടത് തുടർ ഭരണം ഉറപ്പുവരുത്തി. എന്നാൽ സിംഗൂരും നന്ദിഗ്രാമിലും ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളെ തുടർന്നുള്ള പ്രക്ഷോഭത്തിൽ CPM-നെ കാലിടറി. ഇതോടെയാണ് 2011 തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. CPM-ന്റെ കഥ കഴിഞ്ഞതോടെ ബംഗാളിൽ BJP-യും ശക്തമായി. ബംഗാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പിടിയിലാണ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും ഇതിൽ അതൃപ്തരാണ്. സംസ്ഥാനത്ത് തൊഴിൽ അവസരങ്ങൾ താരതമ്യേന കുറവുമാണ്. വ്യവസായത്തിന്റെയും നിക്ഷേപത്തിന്റെയും കാര്യവും പരുങ്ങലിലാണ്. എല്ലാ രംഗത്തും മമതയുടെ പാർട്ടിയായ TMC-യുടെ മേധാവിത്വമാണ്. എന്നാൽ പാർട്ടിയോടുള്ള അതൃപ്തി കാരണം TMC പ്രവർത്തകരിൽ മിക്കവരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഹിന്ദുക്കളെ പിന്നിൽ അണിനിരത്തുന്നതിനായി മമതാ ബാനർജിയെ മുസ്ലിങ്ങളുടെ പ്രീണനക്കാരിയായി ചിത്രീകരിക്കാനാണ് BJP ഇക്കുറി ശ്രമിച്ചത്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായ മുദ്രാവാക്യവും ഹിന്ദു വിഭാഗത്തെ ആകർഷിച്ചു. TMC ശക്തികേന്ദ്രമായ സൗത്ത് 24 ഫർഗാനാസ് ജില്ലയിൽ വരെ ഇപ്പോൾ ഹിന്ദു മുസ്ലിം വികാരം ശക്തമാണ്. എന്നിരുന്നാലും നോർത്ത് ഇന്ത്യയിലെ പോലെ ഹിന്ദുത്വ വികാരം ആളിക്കത്തിക്കാൻ BJPക്ക് ബംഗാളിൽ കഴിഞ്ഞിട്ടുമില്ല. ദുർഗാപൂജ ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സംസ്ഥാനത്ത് മതവും സംസ്കാരവും പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയുമുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഒരു ഉറച്ച BJPയുടെ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പ് ഫലം ബംഗാളിനപ്പുറത്തേക്ക് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും.